ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് വാട്സപ്പിൽ പുതിയൊരു സംഭവം വന്നിട്ടുണ്ട്. സ്റ്റിക്കറിൻ്റെ ഭാഗത്താണ് പുതിയതായിട്ട് വന്നിരിക്കുന്നത്. അതായത് വാട്സപ്പിൽ ഇനിയിപ്പം നമുക്ക് സ്റ്റിക്കറുകൾ ഉപയോഗിക്കാനായിട്ട് വേറെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ്റെ യാതൊരു സഹായവുമില്ലാതെ നമുക്ക് സ്റ്റിക്കറുകൾ ഒരുപാട് ഉപയോഗിക്കാൻ സാധിക്കും. ഇതിനകത്ത് ഒരുപാട് സ്റ്റിക്കറുകൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാടുണ്ട്. എല്ലാം കാണിച്ചു തരാം. അങ്ങനെയുള്ള ഫീച്ചറുകൾ കിട്ടാനായിട്ട് വാട്സപ്പ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഈ ഒരു ഫീച്ചർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇതുപോലുള്ള ടെക്നോളജിപരമായ വീഡിയോകൾ ഡെയിലി കിട്ടാനായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ആ ഒരു ഫീച്ചർ കിട്ടാനായിട്ട് പ്ലേ സ്റ്റോറിൽ പോയിട്ട് വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. ശേഷം നിങ്ങൾ ഏതെങ്കിലും ഒരു ചാറ്റ് ഓപ്പൺ ചെയ്യുക. ഏതെങ്കിലും ഒരു ചാറ്റ് ഓപ്പൺ ചെയ്ത ശേഷം ഇത്തരത്തിൽ ഇവിടെ ഈ ഒരു ടാബിൽ ഇവിടെ സെലക്ട് ചെയ്യുക. ഇവിടെ ഈ മെസ്സേജ് എന്ന് എഴുതേണ്ട ഇവിടെയായിട്ട് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം സ്റ്റിക്കർ, ജിഫ്, ഇമോജി ഇങ്ങനെ 3 എണ്ണമായിട്ട് വരും. ഇവിടെ ഈ റൈറ്റ് സൈഡിൽ ഇവിടെയായിട്ടാണ് സ്റ്റിക്കർ വരുന്നത്. ഇതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ റീസെൻ്റായിട്ട് അയച്ച സ്റ്റിക്കറുകളെല്ലാം ഇവിടെ വരും. ഇവിടെ നമ്മൾ ഈ ഒരു പ്ലസ് ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സ്റ്റിക്കറുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഒരുപാട് സ്റ്റിക്കറുകൾ ഈ അടുത്തായിട്ട് ഒരുപാട് സ്റ്റിക്കറുകൾ നമുക്കിവിടെ ആഡായി വന്നിട്ടുണ്ട്. അതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് വന്നതിൽ വന്നിരിക്കുന്നത്. ഒരുപാട് സ്റ്റിക്കറുകളുണ്ട്. ഈ സ്റ്റിക്കറുകളൊന്നും ഉപയോഗിക്കാനായിട്ട് നമുക്ക് വാട്സപ്പിൻ്റെ ചാറ്റിൽ നമുക്ക് ഡയറക്റ്റ് അയക്കാനായിട്ട് സാധിക്കും. ഉപയോഗിക്കാനായിട്ട് വേറെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനൊന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്തിൽ നമുക്ക് ഏതെങ്കിലും ഒരു പായ്ക്ക്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പായ്ക്ക് ഡൗൺലോഡ് ചെയ്ത് അതിനകത്ത് തന്നെ ഒരുപാട് സ്റ്റിക്കറുകൾ ഉണ്ടാവും. ഇനി ഇതിനകത്ത് നമുക്ക് ഏതൊക്കെ ഉണ്ടെന്നറിയാനായിട്ടൊരു വഴിയുണ്ട്. ഈ താഴെ ഇതിൻ്റെ എല്ലാം ഇത് വന്നിട്ടുണ്ട്, ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഞാനിപ്പം ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാത്ത ഇതിനകത്തിൽ പ്ലസ് എന്ന് പറഞ്ഞ് എഴുതി കാണിക്കും ഇവിടെ താഴെയായിട്ട്. ഇതൊന്ന് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇത് കണ്ടില്ലേ, ഇങ്ങനെ താഴെ ഇങ്ങനെ ഓരോ സ്റ്റിക്കറിനകത്തിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളൊരു ആനിമേഷൻ സഹിതം വരുന്നതാണ്. അപ്പോൾ ഇതിന് നേരെ +11 ഇങ്ങനെ ഓരോന്ന് കിടക്കുന്നതാണ്, +14. അപ്പോൾ ഇതൊന്ന് ഓപ്പൺ ചെയ്താൽ ഇതിനകത്തിൽ ഇതിന് നേരെ ഈ ഒരു പ്ലസ് എന്നുള്ള ഈ ഒരു നമ്പറിൽ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ സ്റ്റിക്കർ ഓപ്പൺ ആവുന്നതായിരിക്കും. സ്റ്റിക്കറിൻ്റെ സെറ്റ് ഫുള്ളായിട്ട് ഓപ്പൺ ആവും. ഓപ്പൺ ആകുമ്പോൾ തന്നെ നമുക്ക് ഇതിനകത്തിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റിക്കർ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് പ്രിവ്യൂ കുറച്ച് വലുതാക്കി കാണണമെങ്കിൽ ആ ഒരു സ്റ്റിക്കറിലൊന്ന് ടാപ്പ് ചെയ്താൽ ആ ഒരു സ്റ്റിക്കർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ളത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇത്തരത്തിൽ നമുക്കിങ്ങനെ പ്രിവ്യൂ നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്ത് ഓരോന്നിൻ്റെയും ഇങ്ങനെ കാണാം. ഓരോ സ്റ്റിക്കർ പാക്കിനും പ്രിവ്യൂ ഉണ്ട്. പ്രിവ്യൂ സെലക്ട് ചെയ്യാനായിട്ട് ആ സ്റ്റിക്കർ ഓപ്പൺ ചെയ്തിട്ട് വീണ്ടും അടുത്ത സ്റ്റിക്കറിലേക്ക് ഒന്ന് ടാപ്പ് ചെയ്താൽ അത് ഓഫ് ആവും. വീണ്ടും അടുത്ത സ്റ്റിക്കർ ഓപ്പൺ ചെയ്യണമെങ്കിൽ വീണ്ടും ഒന്നുകൂടെ ടാപ്പ് ചെയ്താൽ മതി ഇതുപോലെ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സ്റ്റിക്കർ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ഒരു ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഇതിൽ ടാപ്പ് ചെയ്താൽ നിങ്ങൾക്ക് അത് ഈസിയായിട്ട് ഡൗൺലോഡ് ചെയ്യാം. വേറൊരു ആപ്ലിക്കേഷൻ സഹായമില്ലാതെ ഇതിൽ തന്നെ ഉണ്ടായി കിടക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ അത് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ ജസ്റ്റ് ഒരെണ്ണം കൂടെ ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു സ്റ്റിക്കർ ഞാൻ ഇവിടെ നിന്ന് പായ്ക്ക് ഇവിടെ നിന്ന് എടുക്കുന്നു. ഇതിനകത്ത് കണ്ടില്ലേ, നമുക്ക് ഇഷ്ടമുള്ള ഇതാണ്. കണ്ടില്ലേ, നമുക്ക് ഇഷ്ടമുള്ള ഇതിൽ നമുക്ക് നോക്കാം ഇത് ഏത് സ്റ്റിക്കറാണ്, നമുക്കിത് എങ്ങനെയാണ് ഇത് ആനിമേഷൻ ചെയ്യുന്നത്, ഇതൊക്കെ നോക്കിയിട്ട് നമുക്ക് ഇവിടെ ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് സ്റ്റിക്കർ അയക്കുന്ന കൂട്ടത്തിൽ നമുക്കത് ചെയ്യാനായിട്ട് സ്റ്റിക്കർ അയക്കാൻ സാധിക്കും. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇവിടുന്ന് പറഞ്ഞാൽ ഡൗൺലോഡ് ചെയ്ത് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇത് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യുന്നു. ഡൗൺലോഡ് ചെയ്യുമ്പോൾ തന്നെ അത് വേഗത്തിൽ തന്നെ ഡൗൺലോഡ് ആവുന്നതാണ്. ശേഷം ഈ ഒരു സ്റ്റിക്കർ പാക്കിനകത്ത് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്റ്റിക്കറിൻ്റെ ഇത് കാണാൻ സാധിക്കും. ശേഷം നമ്മൾ ഈ ഒരു സ്റ്റിക്കറിൻ്റെ ഇവിടെ വന്നിട്ട് താഴേക്ക് ഇങ്ങനെ നീക്കി കഴിഞ്ഞാൽ നമ്മൾ ഡൗൺലോഡ് ആയതെല്ലാം ഇവിടെ കിടപ്പുണ്ട്. ഈ ഒരു റീസെൻ്റായിട്ടുള്ള ഇവിടെ കിടപ്പുണ്ട്. ഇതാണ്. അപ്പോൾ ഇതാണ് നമ്മളിവിടെ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്തത്. ഇതിനകത്ത് ഞാനിപ്പോൾ ഒരെണ്ണം സെൻഡ് ചെയ്ത് കാണിക്കുന്നത് ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സ്റ്റിക്കർ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ സ്റ്റിക്കറൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നവർ ഈ ഒരു പായ്ക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലുള്ള ടെക്നോളജിപരമായ വീഡിയോസിനായി മറക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്